ആ ഒരു കാരണം കൊണ്ടാണ് എലിയറ്റ് ഇങ്ങനെ ഒരു എന്താ പറയേണ്ടത് ഒരു കമന്റ് പറഞ്ഞിട്ടുള്ളത്. Okay, so let's also look at the alternate options here. Alright, അപ്പൊ മറ്റ് ഓതേഴ്സിനെ കുറിച്ചും നമുക്ക് ക്വിക്ക് ആയിട്ടൊന്ന് നോക്കി വെക്കാം. So Germaine Greer. So Greer is an Australian writer and public intellectual. So what is the hamartia in character of Hamlet? Is it referring to procrastination or does it refer to a vaulting ambition? ഏതിനെ കുറിച്ച് നമുക്ക് ഈ തന്നിരിക്കുന്ന 4 ഓപ്ഷൻസിൽ ഓഡ്സിനെ കുറിച്ചാണോ പറഞ്ഞിരിക്കുന്നത്, സോണറ്റ്സിനെ കുറിച്ചാണോ, ലെറ്റേഴ്സിനെ കുറിച്ചാണോ, അതോ ഇനി സെറ്റയേഴ്സിനെ കുറിച്ചാണോ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. 2023 ഒക്ടോബറിൽ നടന്ന കേറ്ററ്റ് എക്സാമിന്റെ കാറ്റഗറി 3 ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഈ ഒരു സീരീസ് ഓഫ് വീഡിയോസിലൂടെ ഡിസ്കസ് ചെയ്യും. I would like to extend a warm welcome to you all to Entry App, and also thank you for choosing Entry App as your preparation provider for the prestigious CATET examination. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് കടക്കാം. കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസും പവർ പോയിന്റിലാക്കിയിട്ടുണ്ട്. ക്വസ്റ്റ്യൻ പേപ്പറിലെ ആക്ച്വൽ സീരിയൽ നമ്പേഴ്സ് തന്നെയാണ് ഇവിടെയും നിലനിർത്തിയിട്ടുള്ളത്. സോ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ക്വസ്റ്റ്യൻ നമ്പർ 71. അപ്പൊ 71 മുതലാണ് കാറ്റഗറി 3യുടെ ക്വസ്റ്റ്യൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആക്ച്വൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ. സോ ലെറ്റ്സ് ലുക്ക് അറ്റ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് ഇസ് നമ്പർ 71 ഹിയർ. T.S. Eliot's comment, certainly the most notable and most important ever written by any English poet, refers to the dash of this English romantic poet. അപ്പോ T.S. എലിയറ്റിന്റെ ഒരു കമന്റ്, ഒരു കോട്ട് ഇവിടെ എടുത്തിട്ടുണ്ട്. ആ കോട്ട് ഇതാണ്: certainly the most notable and most important ever written by any English poet. അപ്പോ ഇത് ഏതിനെ കുറിച്ച് നമുക്ക് ഈ തന്നിരിക്കുന്ന 4 ഓപ്ഷൻസിൽ ഓഡ്സിനെ കുറിച്ചാണോ പറഞ്ഞിരിക്കുന്നത്, സോണറ്റ്സിനെ കുറിച്ചാണോ, ലെറ്റേഴ്സിനെ കുറിച്ചാണോ, അതോ ഇനി സെറ്റയേഴ്സിനെ കുറിച്ചാണോ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അപ്പോ ഇതൊരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഒരു ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ് നമുക്ക് ഇതിനകത്ത് ചെയ്യാനുള്ളത്. ആൻഡ് ആൻസർ ഇപ്പോൾ ഓൾറെഡി നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാകും. ദി ആൻസർ ഇസ് ഓപ്ഷൻ സി, ലെറ്റേഴ്സ് ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, അപ്പൊ ക്വിക്ക് ആയിട്ട് എങ്ങനെയാണ് ഈ ഒരു ലെറ്റേഴ്സിലേക്ക് നമ്മൾ വന്ന് എത്തുന്നത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. സോ ഹിയർ ഇസ് എ ഷോർട്ട് എക്സ്പ്ലനേഷൻ ഫോർ യു. But T.S. Eliot's comment refers to the letters of John Keats. Keats in the letters neയാണ് ഇവിടെ റെഫർ ചെയ്യുന്നത്. An English romantic poet known for his odes and sonnets. അപ്പം Keats basically he is known for odes and for sonnets. Now Eliot considered Keats' letters to be a significant contribution to English literature. അപ്പോ ആ ഒരു കാരണം കൊണ്ടാണ് എലിയറ്റ് ഇങ്ങനെ ഒരു എന്താ പറയേണ്ടത് ഒരു കമന്റ് പറഞ്ഞിട്ടുള്ളത്. Okay, so let's also look at the alternate options here. നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ഡിസ്കസ് ചെയ്യുമ്പോൾ അതിന്റെ കറക്റ്റ് ആൻസറും ആ കറക്റ്റ് ആൻസറിന്റെ ഒരു ക്വിക്ക് എക്സ്പ്ലനേഷൻ അറ്റ് ദ സെയിം ടൈം ആ ഓൾട്ടർനേറ്റ് ഓപ്ഷൻസും കൂടെ നമുക്ക് ക്വിക്ക് ആയിട്ട് ഒന്ന് ഡിസ്കസ് ചെയ്ത് പോകാം. കാരണം ഈ ഓൾട്ടർനേറ്റ് ഓപ്ഷൻസ് അടുത്ത പരീക്ഷയ്ക്ക് ഒരു ക്വസ്റ്റ്യൻ ആയി മാറിക്കൂടാ എന്ന് നമുക്ക് എന്താ പറയേണ്ടത് ചിന്തിക്കാതിരിക്കാൻ കഴിയില്ല, അല്ലെ? സോ വി വിൽ ഡിസ്കസ് ദി ഓൾട്ടർനേറ്റ് ഓപ്ഷൻസ് ഓൾസോ. കാരണം ഈ ഓൾട്ടർനേറ്റ് ഓപ്ഷൻസ് ഇവിടെ വെച്ചേക്കുന്നത് ഇസ് ഫോർ എ റീസൺ. ഈ ഓപ്ഷൻസ് എല്ലാം ഏകദേശം ആ ഒരു സെയിം ആൻസർ ആകാൻ സാധ്യതയുള്ളത്, അല്ലെങ്കിൽ ഇതിനകത്ത് ഒരു ഓപ്ഷൻ മാത്രം കറക്റ്റ്, ബാക്കി 3 നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്യത്തക്ക രീതിയിൽ അറ്റ് ദ സെയിം ടൈം ആ കറക്റ്റ് ആൻസറുമായിട്ട് ഒരു ബന്ധം ഉള്ളതാണ് ഈ ഓൾട്ടർനേറ്റ് ഓപ്ഷൻസിന്. സോ വി വിൽ ഓൾസോ ലുക്ക് അറ്റ് ദി ഓൾട്ടർനേറ്റ് ഓപ്ഷൻസ്. അപ്പൊ ഓഡ്സിന്റെ കാര്യം. സോ വാട്ട് ആർ ഓഡ്സ് ഹിയർ? ഓഡ്സ് ഒരു എന്താ പറയേണ്ടത് ഒരു ലിറിക്കൽ സ്റ്റാൻസ ആണ്. വി അണ്ടർസ്റ്റാൻഡ് ദാറ്റ്, അല്ലേ? അപ്പൊ ഇംഗ്ലീഷ് റൊമാൻറ്റിക് പോയിറ്റ്സ് ലൈക്ക് ജോൺ കീറ്റ്സ് ആർ വെൽ നോൺ ഫോർ ദിയർ ഓഡ്സ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പൊ ഓഡ്സിന്റെ ഒരു പ്രധാന ക്യാരക്ടറിസ്റ്റിക് എന്താണ്? ദിയർ ഇമോഷണൽ ആൻഡ് ഇമാജിനേറ്റീവ് എക്സ്പ്രഷൻ എന്നുള്ളത്. അപ്പൊ കീറ്റ്സിന്റെ Ode to a Nightingale, Ode to a Grecian Urn, these are considered to be some of the greatest odes in English literature. So this is some extra information on the alternate option. Option A. Option B, sonnets ന്റെ കാര്യം നോക്കിയാലോ. Sonnet specifically ഒരു 14 line poem ആണ് with a specific rhyme scheme and meter. ഒരു സ്പെസിഫിക് റൈം സ്കീം ഉണ്ട്, ഒരു സ്പെസിഫിക് മീറ്റർ ഉണ്ട്. അപ്പൊ ഈ സോണറ്റ്സിന്റെ റൈം സ്കീം എന്താണ്, സോണറ്റിന്റെ മീറ്റർ എന്താണ്, ഇതൊക്കെ മുൻകാലങ്ങളിൽ ക്വസ്റ്റ്യൻസ് ആയിട്ട് വന്നിട്ടുള്ളതാണ്. Now, although not as prominently associated with the romantic poets as the ode,
The sonnets, form was used by romantic poets such as William Wordsworth and John Keats. For Keats, sonnets like, on first looking into Chapman's Homer are noted for their beauty and the use of language. Sonnets in the quick information on it. Now coming to our actual option, which is option C. So correct answer C ആയിരുന്നു ഈ ഒരു ക്വസ്റ്റ്യന്. അപ്പൊ T.S. Eliotന്റെ കമന്റ് refers to the letters of John Keats. അത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. These letters are celebrated for their insight into Keats' thoughts and feelings, as well as their literary and philosophical musings എന്നുള്ളതാണ്. Now, satires. Option D, satires. We understand what a satire is. So satire is a genre of literature that uses humor, irony, exaggeration, or even ridicule to expose and criticize people's stupidity and vices. I mean, simple, plain language പറയുവാണെന്നുണ്ടെങ്കിൽ stupidity, vices ഒക്കെ കാണിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒന്നാണ് satire എന്നുള്ളത്. Although some romantic poets like Byron did write satirical works, the genre is not as closely associated with the romantic movement or other forms that are mentioned out here. Okay, so idana satire ന്റെ കാര്യം. Let's move on to the next question, which is number 72. Which is the syllable stressed in the word environment? അപ്പോൾ ഇവിടെ ഏത് സിലബിളിനാണ് സ്ട്രെസ് വരുന്നത് എന്നുള്ളതാണ് ചോദ്യം. And ഇതിന്റെ ആൻസർ is the second. അപ്പോൾ സെക്കൻഡ് സിലബിളിലാണ് ഇതിന്റെ ആ ഒരു സ്ട്രെസ് വരുന്നത്. So the right answer is here. Let's look at how this works. ഓക്കെ, സോ മൊത്തത്തില് 4 സിലബിൾസ് ആണ് എൻവയറൺമെന്റിലുള്ളത്. ആൻഡ് അതിനകത്ത് ആ 4 സിലബിൾസ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ എൻ വൈ റെൻ മെന്റ്. ഓക്കെ, അങ്ങനെയാണ് അത് ശരിക്കും അവിടെ വരിക. മെന്റ്, മെന്റ്, അങ്ങനെയൊക്കെ നമുക്ക് അതിനെ പ്രൊനൗൺസ് ചെയ്യാം. ഐഡിയലി ഒട്ടനേകം രീതികളുണ്ട് ഈ ഒരു വേർഡ് പ്രൊനൗൺസ് ചെയ്യുന്നതിന്. ബട്ട് ദെൻ ഇവിടെ നമുക്ക് വേണ്ടത് ആ ഒരു എന്താ പറയണ്ടേ ബ്രിട്ടീഷ് വേ ഓഫ് പ്രൊനൗൺസിങ് ആണ്. കാരണം അത് തന്നെയല്ലേ നമ്മുടെ അക്കാഡമിക്സിൽ ഫോളോ ചെയ്യുന്നതും. ഓക്കെ, സോ ഇവിടെയാണ് ആ ഒരു സിലബിൾ സ്ട്രെസ് വരുന്നത്. ഹിയർ ഇസ് ദ സെക്കൻഡ് സിലബിൾ വൈ. അതിനകത്താണ്. സോ എൻ വൈ റെൻ മെന്റ്, environment, environment. ഓക്കെ, സോ അങ്ങനെ ആ പ്രൊനൗൺസിയേഷൻ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ നോക്കാം. environment. ഓക്കെ, അങ്ങനെ അതിനെ നമുക്ക് പ്രൊനൗൺസ് ചെയ്യാം. സോ ദി ആൻസർ, റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ബി. അപ്പൊ ഈ സിലബിൾ സ്ട്രെസിന്റെ ക്വസ്റ്റ്യൻസ് എല്ലാ കൊല്ലവും ഉണ്ടാകുന്നതാണ്. അപ്പൊ നിങ്ങളുടെ അടുത്ത പരീക്ഷയിലും ഈ സിലബിൾ സ്ട്രെസിന്റെ ക്വസ്റ്റ്യൻ ഡെഫിനറ്റ് ആയിട്ടും ഉണ്ടാകും എന്നുള്ളതാണ്. Alright, question number 73. A woman must have money and a room of her own if she is to write fiction. So the feminist who held this opinion, ഏത് ഫെമിനിസ്റ്റ് ആണ് ഈ ഒരു ഒപ്പീനിയൻ രേഖപ്പെടുത്തിയത് എന്നുള്ളതാണ് ചോദ്യം. സോ എ വുമൻ മസ്റ്റ് ഹാവ് മണി ആൻഡ് എ റൂം ഓഫ് ഹെർ ഓൺ. അപ്പോ റൂം ഇഫ് ഷീ ഈസ് ടു റൈറ്റ് ഫിക്ഷൻ. Alright, is it Germaine Greer, Virginia Woolf, Susan Goober or Mary Daly? Well, the answer is option B, Virginia Woolf ആണ് ഇത് പറഞ്ഞത്. So we can see the quote is from Virginia Woolf's extended essay, which is a room of one's own. നിങ്ങളുടെ സിലബസിലുള്ള ഒരു സംഗതിയാണിത്. This was published in 1929. Okay. Now, Woolf argues that women need financial independence and personal space to create literature. അതാണ് ഇവിടെ അവരുടെ പ്രധാന ആർഗ്യുമെന്റ് എന്ന് പറയുന്നത്. So, Germaine Greer, Susan Goober and Mary Daly are other feminist writers. But, the correct answer here is option B, Virginia Woolf. Alright, അപ്പൊ മറ്റ് ഓതേഴ്സിനെ കുറിച്ചും നമുക്ക് ക്വിക്ക് ആയിട്ടൊന്ന് നോക്കി വെക്കാം. സോ Germaine Greer. So Greer is an Australian writer and public intellectual. And she is known for a significant contribution to the feminist movement, especially with her book, The Female Eunuch, published in 1970. Okay, so her work focuses on the empowerment of women and critique of traditional gender roles, but she is not associated with a specific quote. I'll already earlier. So that's about Germaine Greer. Now, if you look at Virginia Woolf, that is the right answer that we have. So Woolf, an English writer and one of the foremost modernist literary figures of the 20th century, made the statement in her extended essay, നമ്മൾ നേരത്തെ നോക്കിയതുപോലെ, A Room of One's Own, published in 1929.
So this essay is a seminal feminist text that argues for both literal and figurative space for women writers in the male-dominated literary tradition. All right. Now, if you look at Susan Gruber, again, she is an American literary critic and a feminist scholar. She is known for co-authoring The Mad Woman in the Attic. And this was published in 1979 with Sandra Gilbert. She co-authored Mad Woman in the Attic with Sandra Gilbert. So our book, basically the book examines Victorian literature from a feminist perspective. Okay. And if you look at Mary Daly again is an American, or rather she was an American radical feminist philosopher and a theologian. All right. She's known for critics of patriarchy and, patriarchy and religion, especially in works like, Gin Ecology, 1978. Now, Daly's work is really influential in feminist thought and all. So that's about the, alternate options here. Let's move on to question number 74. This term, mirror, face, emulate term. So this term is associated with Freud, Lacan, Locke, or Klein? Locke or Locke and Klein? Well, the term, or rather the phrase, is associated with Lacan. Option B, that's the right answer for us. Okay. So, mirror face is associated with Jacques Lacan, who is a French psychoanalyst. Now, it refers to a stage in a child's development when they recognize their reflection in the mirror. കുട്ടികൾ അവരുടെ റിഫ്ലക്ഷൻ മിററിൽ റെക്കഗ്നൈസ് ചെയ്യുന്ന ആ ഒരു സിറ്റുവേഷനെ കുറിച്ചാണ്, അല്ലെങ്കിൽ ആ ഒരു ഡെവലപ്മെന്റൽ സ്റ്റേജിനെ കുറിച്ചാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ആൻഡ് ദിസ് ഇസ് ക്രൂഷ്യൽ ഫോർ ദ ഫോർമേഷൻ ഓഫ് ഈഗോ. ഈഗോ ഫോം ചെയ്യുന്നതിന് ഇത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. Now, Sigmund Freud, John Locke or John Locke, Melanie Klein, these are again other influential figures in psychology. But mirror face ennulla aa oru concept allegil aa oru phrase that is attributed to Lacan. And let's look at the alternate options here. What are their importance ennulla namukku nokkam. So if you look at Freud, was an Austrian neurologist and was also the founder of psychoanalysis. Now, Freud's theories ideally laid the groundwork for much of the psychoanalytic thought. But a mirror face ennulla our term is not directly associated with Freud. For Freud in the work നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ഫോക്കസ് വന്നത് on the unconscious mind, on dreams and even the Oedipus complex. Okay, ഇത് മറ്റ് ഇത് കൂടാതെ മറ്റനേകം കോൺസെപ്റ്റ്സും ആയിട്ട് റിലേറ്റഡ് ആണ് ഫ്രോയിഡ്. And then we have Lacan, which is the right answer here. So Jacques Lacan, a French psychoanalyst and psychiatrist. Okay, so he is associated with the term mirror face. Again, നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു കുട്ടിയുടെ ഫേസ് മിററിൽ റെക്കഗ്നൈസ് ചെയ്യുന്ന ആ ഒരു സ്റ്റേജിനെ റെഫർ ചെയ്താണ് മിറർ ഫേസ് എന്ന് പറയും. Alright. Now looking at option C, Locke. John Locke was an English philosopher and physician, widely regarded as one of the most influential Enlightenment thinkers. ഒരു Enlightenment thinkerൽ ആണ് അദ്ദേഹം എന്നാണ്. So, his work primarily focused on political philosophy and epistemology. He is not associated with the concept of mirror face. Okay. But we can see Locke is known for his theory of the mind as a tabula rasa, or a blank slate and all of that. Our concept of the Then we have Klein, that is Melanie Klein, an Austrian-British psychoanalyst. And, Klein pioneered on the development of object relations theory. Okay, now Klein made significant contributions to psychoanalytic theory, particularly in the realm of child psychology. പക്ഷേ mirror face എന്ന് പറയുന്നത് is not associated with, her. Alright. അവരുടെ ആ ഒരു വർക്ക് നമ്മൾ പ്രധാനമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ it focused on the internal world of infants and the importance of forming relations at a very early stage and all of that. Let's move on to question number 75. Mrs. Malaprop. Mrs. Malaprop ഒരു ക്യാരക്ടറാണ്. അപ്പൊ ഷെറീഡിയന്റെ ഏത് വർക്കിലെ ക്യാരക്ടറാണ് മിസസ് മാലാപ്രോപ്പ്?
Well, the answer is option B. The Rivals എന്ന ആ ഒരു വർക്കിന്റെ ക്യാരക്ടറാണ് മിസസ് മാലപ്രോപ്പ് എന്നത്. So let's have a quick look here. So Mrs. Malaprop is a character in Richard Brinsley Sheridan's play The Rivals. ഈ റൈവൽസ് ആദ്യം പെർഫോം ചെയ്തത് 1775-ലാണ്. Okay, so this character is known for a misuse of words. And ഈ ഒരു കോൺസെപ്റ്റ്, അവർ ഈ വേർഡ്സ് മിസ്യൂസ് ചെയ്യുന്നതിന് ആ ഒരു ഇത് തന്നെയാണ് ശരിക്കും ആ ഒരു മാലപ്രോപ്പിസം എന്ന ഒരു ടേം തന്നെ ശരിക്കും വന്നത് എന്നാണ്. അപ്പോ നമുക്ക് ഈ ഒരു വർക്കില് മറ്റ് കുറച്ച് ക്യാരക്ടേഴ്സിനെ കൂടെ നമുക്കൊന്ന് അനലൈസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്കൊന്ന് ക്വിക്ക് ആയിട്ട് ഓർക്കാം. കാരണം ഈ ഒരു ക്യാരക്ടർ അനാലിസിസ് എന്ന് പറയുന്നത് ഇസ് അഗെയിൻ റിയലി വെരി ഇമ്പോർട്ടന്റ് വേ യുവർ എക്സാം ഇസ് കൺസേൺഡ്, അല്ലെ? സോ മിസസ് മാലപ്രോപ്പ് നമുക്ക് ഓൾറെഡി അറിയാം, നമ്മളിപ്പോ ജസ്റ്റ് നോക്കിയതാണ്. Now, she is really a humorous figure എന്ന് വേണം പറയാനായിട്ട്. She often confuses words that sound similar but have different meanings, അല്ലെ? And then we have Lydia Languish. So a romantic and naive young lady എന്നുള്ളതാണ്. She is obsessed with the idea of marrying for love rather than wealth. ആ ഒരു ഐഡിയ ആണ് അവർ കൊണ്ട് നടക്കുന്നത് ആസ് എ ക്യാരക്ടർ. Then we have Captain Jack Absolute. So the protagonist who disguises himself as a poor soldier named Ensign Beverly to win Lydia's love. Adana Captain Jack Absolute. And then we have Sir Anthony Absolute. That's Jack's father, who wants him to marry Lydia for her wealth and all. But Lydia has other ideas. And then we have Bob Actress, a comic character and one of Lydia's suitors, who is manipulated by others. He is well manipulated by others എന്നുള്ളതാണ്. സോ ഇത് എന്താ പറയേണ്ടത്, കുറച്ച് പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സ് ആണ് ഈ ഒരു പ്ലേയിൽ നിന്നുള്ളത്. Now let's look at the alternate options. School for Scandal കുറച്ച് ക്യാരക്ടേഴ്സിനെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ we have Lady Sneerwell, a malicious gossip who spreads rumors to manipulate others. അതാണ് അവരുടെ പ്രധാന റോൾ അതിനകത്ത്. Then we have Sir Peter Teazle, a middle-aged man who has recently married a young country girl. That's Lady Teazle, and is often the subject of gossip. So Lady Sneerwell gossips, and Sir Peter Teazle and Lady Teazle are subjects of gossip and all. And then Lady Teazle, Sir Peter's young wife, who becomes involved in the world of scandal and learns a lesson about true values. So അതാണ് അതിനകത്ത് പ്രധാന ക്യാരക്ടേഴ്സ് എന്നുള്ളത്. Now if we look at the criticന്റെ നോക്കിയാണെന്നുണ്ടെങ്കിൽ we have Mr. Dangle. Mr. Dangle is a self-proclaimed critic who is more interested in being seen as a patron of the arts and than in the arts themselves. ഒരു patron of arts ആയിട്ടാണ് അദ്ദേഹത്തിനെ പ്രൊജക്ട് ചെയ്യുന്നത് as a character. Then we have Mr. Sneer. Tangle's friend ആണ് ഇതിനകത്ത്. Now he shares his love for critiquing plays. Okay. And then we have Sir Fretful Plagiary, a playwright who's overly sensitive to criticism and often accused of plagiarism. And the campaign നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ not another well-known work by Sheridan എന്നുള്ളത്. ബാക്കി ഈ വർക്ക്സ് എല്ലാം ഷെരീഡിയന്റെ വർക്ക്സ് തന്നെയാണ്, അല്ലെ? Now let's move on to question number 76. Who wrote the essay The Death of the Author? Death of the Author എന്ന essay ആരെഴുതിയതെന്നാണ് ഇവിടെ ചോദ്യം. Jacques Derrida, Michael Foucault, Roland Barthes, or Francois Lyotard? Well, the answer is option C. Roland Barthes ആണ് എന്താ പറയുന്നത് The Death of the Author എഴുതിയിട്ടുള്ളത്. So Roland Barthes was a French literary theorist and a philosopher and also a critic. അദ്ദേഹമാണ് ഈ ഒരു essay എഴുതിയത്, and it was published in 1967. അപ്പൊ അതിനകത്ത് പ്രധാനമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ he argued that the author's intentions and biographical context should not dictate the interpretation of a text. നിങ്ങളുടെ സിലബസിലുള്ളത് തന്നെയാണിത്. അപ്പൊ അദ്ദേഹം പ്രധാനമായിട്ട് പറയുന്നത് എന്ന് പറഞ്ഞാല് ആ ഒരു ഓഥറിന്റെ ഇന്റൻഷൻ അല്ലെങ്കിൽ ഓഥറിന്റെ ബയോഗ്രാഫിക്കൽ കോണ്ടെക്സ്റ്റ് നമ്മൾ ആ ടെക്സ്റ്റുമായിട്ട് മിക്സ് ചെയ്യരുത്, അല്ലെങ്കിൽ ആ ടെക്സ്റ്റിനെ ഇന്റർപ്രറ്റ് ചെയ്യുന്നതിന് ഓഥറിന്റെ പേഴ്സണൽ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ഓഥറിന്റെ ഈ പേഴ്സണൽ ഇന്റൻഷൻസ് അത് ഇതുമായിട്ട് മിക്സ് ചെയ്യരുത് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പ്രധാന ആർഗ്യുമെന്റ്. Instead, Barthes proposed that the focus should be on the reader's experience and the language of the text itself. അപ്പൊ ആ ടെക്സ്റ്റിൽ കംപ്ലീറ്റ് ഫോക്കസ് വരണം എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്.
Now, if you look at option A, Jacques Derrida. So, Derrida was a French philosopher that's known for developing a form of semiotic analysis known as deconstruction. But deconstruction pinil, we have Derrida. So, this is also a topic which is part of your syllabus. Now, while Derrida's work often intersected with literary theory and he explored similar themes of authorship and textual interpretation, he did not write the death of the author. Instead, Derrida is more closely associated with concepts like, difference and the critique of logocentrism. Looking at Michel Foucault, option B, Foucault was a French philosopher, historian of ideas, and a social theorist. So they have a social theorist. Now, he did not write the death of the author. So, Foucault's work, we have discourse, power, and, the author function is complementary to Baath's ideas in the Vedanagita. Okay. All right, let's look at option. Okay, in his essay, what is an author? Baath's ideas were complementary to Foucault's works. What is an author? Essay, Foucault examines the role of the author in the creation and even the categorization of text. But I don't think that is part of your syllabus, but it is worth mentioning here. And option D, Jean Francois, Lyotard. So Lyotard was a French philosopher and a sociologist, ideally known for his work on postmodernism. So Lyotard is ideally associated with postmodernism. Okay. Our postmodern condition, and he ideally explored the skepticism towards really grand narratives and all of that. That aligns, with the style seen in Baath's essays. But all thinkers post structuralist, postmodernist thought contributions. There are a lot of similarities among all these people. And, I have ideally challenged the traditional notions that we had on authorship, on text, and even on the meaning. Okay, so let's move on to question number 77. The periodical in which Charles Lamb published his essays under the pseudonym Elia. Elia എന്ന പേരിൽ അദ്ദേഹം ഏത് പീരിയോഡിക്കലിലാണ് ചാൾസ് ലാംബ് അദ്ദേഹത്തിന്റെ എസ്സേസ് പബ്ലിഷ് ചെയ്തത്? Was it the London Magazine, Gentleman's Magazine, Spectator, or the Tatler? Well, the answer is option A, that's the London Magazine. Alright, അപ്പോൾ നമുക്ക് അതിന്റെ കുറച്ച് ഡീറ്റെയിൽസ് നോക്കാം. ചാൾസ് ലാംബ് published his essays under the pseudonym Elia, another London Magazine, and he started doing this since 1820. And other than the essays, these are known for their personal, conversational tone and blend of humor and pathos or pathos. Okay, about London Magazine എന്ന് പറയുന്നത് വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ലിറ്റററി പീരിയോഡിക്കൽ ആയിരുന്നു ആ ഒരു കാലഘട്ടത്തിന്റെ. And that ideally featured contributions from a lot of writers who were very prominent in that period. Let us also quickly examine all the alternate options here. The Gentleman's Magazine. This was one of the first general interest magazines in Holland. Okay, this was founded in London in 1731. Now, it was really very significant during its period in Holland. Right? And then we have The Spectator. The Spectator was a daily publication founded by Joseph Addison and Richard Steele, and this was in 1711. Okay, and then we have the Tatler. Tatler was also founded by Richard Steele, and there were contributions from Joseph Addison towards it. That was an early 18th century periodical, and ideally it focused on social gossip, literature, and politics. All right, let's move on to number 78. What is the hamartia or hamartia or hamartia? So, Hamlet in the character. So, what is the hamartia in character of Hamlet? Is it referring to procrastination,
Or does it refer to a vaulting ambition? Does it refer to jealousy or confidence? Well, it refers to procrastination. So option A, procrastination. Procrastination എന്ന് പറഞ്ഞാൽ എന്താണ്? The act of putting off things. പിന്നത്തേക്ക് മാറ്റിവെക്കുക, നാളെ നീള എന്ന് പറയുന്നത് പോലെ അങ്ങ് പോകും. People who procrastinate. അപ്പം എന്താ പറയുന്നത്, ഹാംലെറ്റിന് ഈ ഒരു procrastination ഉണ്ട്. അതാണ് ഹമാർത്യ എന്നിവിടെ റെഫർ ചെയ്യുന്നത്. സോ വാട്ട് ഈസ് ദിസ്? വി വിൽ ഹാവ് എ ക്വിക്ക് ലുക്ക് അറ്റ് വാട്ട് ഇറ്റ് ഇസ്. ഷേക്സ്പിയറിന്റെ ഹാംലെറ്റില് ഹമാർത്യ, ദാറ്റ് ഇസ് ദ പ്രോട്ടോഗണിസ്റ്റ് ആണല്ലോ ഹാംലെറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് ഈ ഹമാർത്യ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ട്രാജിക് ഫ്ലോ എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. സോ ഹമാർത്യ ജസ്റ്റ് സിംപ്ലി മീൻസ് ട്രാജിക് ഫ്ലോ. അപ്പോ അത് അദ്ദേഹത്തിന്റെ ആ ഒരു പ്രോക്രാസ്റ്റിനേഷൻ ആണ് പ്രധാനമായിട്ട് ഇതിനകത്ത് ആ ഒരു ട്രാജിക് ഫ്ലോ എന്നുള്ളത്. ദാറ്റ് ഈസ് ഹാംലെറ്റ്സ് ഇന്നബിലിറ്റി ടു ആക്ട് ഡിസൈസീവ്ലി and his tendency to overthink and delay taking actions. അതാണ് ഹാംലെറ്റിന്റെ ഒരു സ്വഭാവമായിട്ട് ഇവിടെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നത്, അല്ലെ? സോ ദാറ്റ് അഗൈൻ ആഡ്സ് എ ലോട്ട് ടു ദ ട്രാജഡി ഇൻ ദ പ്ലേ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. വാട്ട് ആർ ദി അതർ കോൺസെപ്റ്റ്സ്? വാൾട്ടിംഗ് എംബിഷൻ, ജെലസി, കോൺഫിഡൻസ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് വാട്ട് ആർ ദീസ്? അപ്പൊ വാൾട്ടിംഗ് എംബിഷൻ എന്ന് പറഞ്ഞാൽ ഇത് ഹാംലെറ്റിന്റെ ഹമാർത്ഥ്യ അല്ല, ബട്ട് ഇറ്റ് ഇസ് ഓഫൻ സൈറ്റഡ് ആസ് എ ട്രാജിക് ഫ്ലോ of another Shakespearean character, that is Macbeth. മാക്ബത്തിന്റെ ഒരു ട്രാജിക് ഫ്ലോ ആയിട്ടാണ് ഇവിടെ കാണുന്നത്. അപ്പോ എന്താ പറയുന്നത്, മാക്ബത്തിന്റെ എക്സസീവ് ആയിട്ടുള്ള എംബിഷൻ ideally leads him to commit regicide and other atrocities, അല്ലേ? Because Macbeth was after power എന്നുള്ളതാണ്. And then jealousy again ഹാംലെറ്റിന്റെ ഒരു ട്രാജിക് ഫ്ലോ അല്ല, പക്ഷേ മറ്റു ഒഥല്ലോയുടെ ഒരു ട്രാജിക് ഫ്ലോ ആണ് ജെലസി എന്ന് പറയുന്നത്. അപ്പോ ഈ ഒരു ക്യാരക്ടർ ഒഥല്ലോയുടെ അല്ല, അതിനകത്തെ ക്യാരക്ടർ ലാഗോയുടെ ജെലസിയാണ് അവിടെ കാണിക്കുന്നത്. സോ ലാഗോസ് ജെലസി ആൻഡ് മാനിപ്പുലേഷൻ ലീഡ്സ് ടു ദ ട്രാജിക് ഡൗൺഫോൾ ഓഫ് ഒഥല്ലോ ആൻഡ് ഡെസ്ഡെമോണ, അല്ലെ? അതല്ലേ അതിനകത്ത് നമ്മൾ കാണുന്നത്. ആൻഡ് ദെൻ ഓപ്ഷൻ സി, കോൺഫിഡൻസ്. അപ്പൊ കോൺഫിഡൻസ് ഇസ് നോട്ട് ടിപ്പിക്കലി കൺസിഡേർഡ് എ ട്രാജിക് ഫ്ലോ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. Now, Hamlet does exhibit a lot of moments where there is confidence, പക്ഷേ എന്താ പറയേണ്ടത്, ആ ഒരു ഡിസൈസീവ് ആക്ഷൻ, or he has this tendency to question and is always doubtful എന്നുള്ള ആ ഒരു തരത്തിലുള്ള ഒരു ക്യാരക്ടറാണ് ശരിക്കും എന്താ പറയേണ്ടത് ഹാംലെറ്റിനുള്ളത്. അപ്പൊ കോൺഫിഡൻസ് ഇസ് നത്തിങ് ടു ബി സീൻ, അല്ലെ? അപ്പോ ലിറ്റററി ടേംസില് ഹമാർത്യ അല്ലെങ്കിൽ ഹമാഷ്യ എന്ന് പറയുന്നത് ഇസ് എ കോൺസെപ്റ്റ് ഫ്രം അരിസ്റ്റോട്ടിൽസ് പൊയറ്റിക്സ്. അപ്പോ അതിനകത്ത് അദ്ദേഹം ഇതിനെ റെഫർ ചെയ്തേക്കുന്നത് ആ ഒരു പ്രോട്ടഗണിസ്റ്റിന്റെ ട്രാജിക് ഫ്ലോ അല്ലെങ്കിൽ എറർ ഇൻ ജഡ്ജ്മെന്റ് വിച്ച് ഐഡിയലി ലീഡ്സ് ടു ദിയർ ഓൺ ഡൗൺഫോൾ. അതിനെയാണ് എന്താ പറയുന്നത്. അപ്പോ ഹൂസ് ബിഹൈൻഡ് ദിസ് ടേം ഹമാർത്യ അല്ലെങ്കിൽ ഹമാർഷ്യ എന്ന് ചോദിക്കുകയാണെങ്കിൽ ദാറ്റ്സ് അരിസ്റ്റോട്ടിൽ ആൻഡ് ദ വർക്ക് ഇസ് പൊയറ്റിക്സ് എന്നാണ്. Alright, so let's look at question number 79. Sweet are the uses of adversity. അപ്പോൾ ഷേക്സ്പിയറിന്റെ ഏത് പ്ലേയിൽ നിന്നാണ് ഈ ഒരു കോട്ട് വന്നേക്കുന്നത്? സ്വീറ്റ്സ് ആർ ദ യൂസസ് ഓഫ് അഡ്വേഴ്സിറ്റി. ആസ് യു ലൈക്ക് ഇറ്റ് ആണോ, ദ ടെംപെസ്റ്റ് ആണോ, 12th നൈറ്റ് ആണോ, ഓർ ഇസ് ഇറ്റ് മെഷർ ഫോർ മെഷർ? ഏതിൽ നിന്നാണ് ഇത് വന്നേക്കുന്നത്? വെൽ, ദി ആൻസർ ഇസ് ഓപ്ഷൻ എ, ആസ് യു ലൈക്ക് ഇറ്റ്. അപ്പൊ ഈ ഒരു കോട്ട് ആസ് യു ലൈക്ക് ഇറ്റ് നമ്മൾ നോക്കുവാണെന്നുണ്ടെങ്കിൽ, ഈ ഒരു കോട്ട്, ദ കോട്ട് ഈസ് സ്വീറ്റ് ആർ ദ യൂസസ് ഓഫ് അഡ്വേഴ്സിറ്റി എന്നുള്ളത് ഷേക്സ്പിയറിന്റെ ആസ് യു ലൈക്ക് ഇറ്റിൽ നിന്നാണ്. Now, it is spoken by the character that is Duke Senior, who finds solace and wisdom in his exile to the forest of Arden. അപ്പോ ആരിത് പറഞ്ഞു എന്ന് ചോദിക്കുകയാണെങ്കിൽ that is Duke Senior who has said this. Now, the line ideally reflects the play's exploration of how hardship can lead to personal growth and a deeper appreciation of life. അതാണ് ആ ഒരു ലൈനിന്റെ സിഗ്നിഫിക്കൻസ് ശരിക്കും അതാണ് എന്നത്. അപ്പോ മറ്റ് ഓൾട്ടർനേറ്റ് ഓപ്ഷൻസ് നോക്കിയാൽ ടെംപെസ്റ്റ് നോക്കുവാണെന്നുണ്ടെങ്കിൽ, സോ ടെംപെസ്റ്റ് ഇസ് എ പ്ലേ ബൈ ഷേക്സ്പിയർ ദാറ്റ് ഡീൽസ് വിത്ത് ദ തീം ഓഫ് മാജിക്, ബിട്രയൽ ആൻഡ് ഫർഗിവ്നെസ്. ഓക്കെ, ആൻഡ് 12th നൈറ്റ്സ് നമ്മൾ നോക്കുവാണെന്നുണ്ടെങ്കിൽ അതൊരു കോമഡി പ്ലേ ആണ്, ആൻഡ് ഇറ്റ് എക്സ്പ്ലോർസ് ദ തീം ഓഫ് ലവ്, ഐഡന്റിറ്റി ആൻഡ് ഡിസ്ഗൈസ്. ആൻഡ് ഇഫ് യു ലുക്ക് അറ്റ് മെഷർ ഫോർ മെഷർ, this is, one of Shakespeare's problem plays എന്നുള്ളതാണ്. Shakespeare has these problem plays, അല്ലേ? So it deals with issues of justice, morality and mercy.
Sweets are the uses of adversity. Again, it encapsulates the theme of finding positive aspects in difficult situations. അപ്പൊ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻസിനെ വളരെ പോസിറ്റീവായിട്ട് കൺസിഡർ ചെയ്ത് മുമ്പോട്ട് പോകുന്ന ഒന്നാണ്. ആൻഡ് ഇത് വളരെയധികം റിക്കർ ചെയ്ത് വരുന്ന ഒരു മോട്ടീവ് തന്നെയാണ് ഷേക്സ്പിയറിന്റെ ആസ് യു ലൈക്ക് ഇറ്റ്. ഓക്കെ, ലെറ്റ്സ് മൂവ് ഓൺ ടു ക്വസ്റ്റ്യൻ നമ്പർ 18. Who coined the terms signifier and signify? വെരി ഇമ്പോർട്ടന്റ് ടേംസ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടേംസ് ആണ്. ഇതിനെ ബേസ് ചെയ്തൊക്കെ ക്വസ്റ്റ്യൻസ് എല്ലാ കൊല്ലവും വരാറുണ്ട്. സോ പോൾ ഡി മാൻ, ജാക്കസ് ഡെറിഡ, ക്ലോഡ് ലെവി സ്ട്രോസ് ഓർ ഫെർഡിനൻഡ് ഡി ഷോസർ. ഓക്കെ, സോ ആരുടെയാണിത്? വെൽ, ഇറ്റ്സ് ഓപ്ഷൻ ഡി അല്ലേ? ഓക്കെ, സോ ലെറ്റ്സ് ലുക്ക് അറ്റ് ദ നോട്ട്സ് ഹിയർ. So Ferdinand de Chaucer was a Swiss linguist and is considered one of the founding figures of structural linguistics. Now, he introduced the concept of signifier and signify. Signifier, signified, and this was in his course in general linguistics. Okay. Now, signifier refers to the form of word or phrase, the sound or written symbol. And signified refers to the concept. അല്ലെങ്കിൽ നമ്മൾ എന്താ പറയേണ്ടത്, സിമ്പിൾ വേർഡ്സിൽ പറയുവാണെന്നുണ്ടെങ്കിൽ ദ മീനിങ് എന്നുള്ളതാണ്. ആ ഒരു വേർഡ് ഇസ് ദ സിഗ്നിഫയർ. ആൻഡ് വാട്ട് ഡസ് ഇറ്റ് സിഗ്നിഫൈ? ഇറ്റ് സിഗ്നിഫൈസ് ദ മീനിങ് ഓർ എ കോൺസെപ്റ്റ് ഓർ എ തിങ്. അതാണ് സിഗ്നിഫയർ, സിഗ്നിഫൈഡ് എന്ന് പറയും. Now, if you look at Paul de Man was a Belgian-born literary critic and, theorist. He was associated with deconstruction and the Yale School of Criticism. Okay, and if you look at Jacques Derrida was a French philosopher who was best known for developing the concept of deconstruction and all that. Okay, and if you look at Claude Lévi-Strauss, so Claude was a Belgian-born French anthropologist and ethnologist. Okay, he's known for his work in structural anthropology and all that. Right. So we have discussed up to question number 80. We will wind up this part of the video and we'll continue with question number 81 from in the next part. So thank you very much for watching and wish you a good day. Please continue to the next part so that you don't lose out on the continuity. Thank you once again.